പക്ഷേ പാർട്ടി മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയാം, അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്റെ ഉമ്മുമ്മ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മുമ്മയുടെ മയ്യത്ത് നിസ്കാരത്തെ കുറിച്ച് എന്റെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, നിസ്കരിക്കാൻ പാടില്ല. ചെറുപ്പത്തിലെ മദ്രസയിലും പള്ളിയിലും പോയിരുന്ന ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നപ്പോൾ അവരെന്നെ ആദ്യം പഠിപ്പിച്ചത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ്. മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള ഗോവിന്ദൻ മാഷ് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളോട് ചോദിച്ചു, മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്, മാങ്ങയാണോ മാവാണോ ആദ്യം ഉണ്ടായത്? മനസ്സിൽ ഞങ്ങൾ വിചാരിച്ചു, ഇതെല്ലാം ഉണ്ടാക്കിയത് പടച്ചോനാണല്ലോ, എന്താ ഈ മാഷ് ഇങ്ങനെ ചോദിക്കുന്നത്? പക്ഷേ മാഷ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്, അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്, ഒരുപക്ഷെ എന്നെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് ആദ്യം കൊടുക്കുന്ന ക്ലാസ് ദൈവമില്ല എന്നുള്ള ക്ലാസ്സാണ്. ആ ചരിത്രത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യവുമായി ഇണങ്ങി മതവിശ്വാസത്തിലേക്ക് പോവുകയും നിസ്കരിക്കുകയും ഉംറക്ക് പോവുകയും ചെയ്തപ്പോൾ എന്നെ വളരെ വളരെ പരുഷമായി, വളരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ എന്നോട് പെരുമാറിയ ഒരു പ്രസ്ഥാനത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ഹംസക്ക പറയുന്നത്, ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള ശക്തിക്കെതിരായിട്ടുള്ള ജിഹാദാണ്, ഇത് പച്ചക്കള്ളമാണ്. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉംറ കഴിഞ്ഞ് ജിദ്ദയിൽ വന്നപ്പോൾ ഒരുപാട് ഗൾഫ് മലയാളികൾ കണ്ടു. അവരെന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അബ്ദുള്ള കുട്ടി, നിങ്ങളൊക്കെ ഇവിടെ വന്നത് നന്നായി, ദീനിയായ കാര്യത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നന്നായി. പക്ഷേ ഞങ്ങളൊരു സങ്കടം പറയട്ടെ, ഈ ജിദ്ദയുടെ ചരിത്രത്തിൽ ഇവിടെ വന്നിട്ട് കാബ കാണാണ്ട്, തവാഫ് ചെയ്യാണ്ട്, ഉംറ ചെയ്യാണ്ട് മടങ്ങിപ്പോയ ഒരേ ഒരു മുസ്ലിം, ഒരേ ഒരു നേതാവ് നിന്റെ പാർട്ടിയിലാണ്. ആ നേതാവിന്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ ആരെങ്കിലും വ്യക്തിപരമായി കുറ്റപ്പെടുത്താനല്ല പ്രശ്നം. സഖാവ് പിണറായി വിജയൻ പറയുന്നത് പോലെയല്ല. ഇതുപോലെ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ, വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യത്തിന് ചേരാത്തതാണ് എന്നുള്ള നിലയിലുള്ള ചില അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് CPM ചില വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വളരെ മോശമായി പെരുമാറുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മതവിശ്വാസത്തിന്റെ പ്രശ്നത്തിൽ ഇന്ത്യയുടെ വർത്തമാനകാല സാഹചര്യത്തിന്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പോയതാണ് ഞാൻ ചെയ്ത തെറ്റ്.